ആകാശത്തൂടെ പോകുന്ന വള്ളി ഏണി വെച്ച് പിടിക്കാന്ന് കേട്ടിട്ടില്ലേ? അതാണിപ്പോൾ ബ്രേക്കിംഗ് ബാഡ് ഫാൻസിന്റെ അവസ്ഥ. കഴിഞ്ഞ 13 വർഷമായിട്ട് ബ്രേക്കിംഗ് ബാഡ് എപ്പിസോഡായ ഓസിമാൻഡിയസ് ആയിരുന്നു IMDbയിൽ ഏറ്റവും കൂടുതൽ റേറ്റിംഗ് കിട്ടിയ എപ്പിസോഡ്. അതായത് 10 ഔട്ട് ഓഫ് 10 റേറ്റിംഗാണ് ഓസിമാൻഡിയസിനുള്ളത്. അതിപ്പോൾ എന്തായാലും കയ്യിൽ നിന്ന് പോയിട്ടുണ്ട്. ഈ 10 ഔട്ട് ഓഫ് 10 റേറ്റിംഗ് ഓസിമാൻഡിയസിന് മാത്രം കിട്ടാൻ കാരണം ബ്രേക്കിംഗ് ബാഡ് ഫാൻസാണ്. വേറെ ഏതെങ്കിലും ഒരു സീരീസിന്റെ എപ്പിസോഡ് ആ ലെവലിലോട്ട് വന്നത്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഗെയിം ഓഫ് ത്രോൺസ് അല്ലെങ്കിൽ അറ്റാക്ക് ഓൺ ടൈറ്റൻ ഇതിന്റെയൊക്കെ പല എപ്പിസോഡുകളും 9.9, 10 ലെവലിലോട്ട് വരേണ്ടതാണ്. പക്ഷേ ഈ ബ്രേക്കിംഗ് ബാഡ് ഫാൻസ് എല്ലാവരും കൂടെ പോയി 1 സ്റ്റാർ അടിച്ചടിച്ച് അത് താഴോട്ട് പോകും. കാരണം ബ്രേക്കിംഗ് ബാഡിന്റെ ലെവലിൽ വേറെ ആരും വരാൻ പാടില്ലെന്നാണ് ഇവരുടെ ലോജിക്ക്. അപ്പോൾ റീസെൻ്റ്ലി സംഭവിച്ചത് ഗെയിം ഓഫ് ത്രോൺസ് സ്പിൻ ഓഫ് ആയിട്ട് എ നൈറ്റ് ഓഫ് സെവൻ കിങ്ഡംസ് എന്നൊരു സീരീസ് പുറത്തിറങ്ങി. അതിൻ്റെ എപ്പിസോഡ് 7 എന്ന് പറഞ്ഞ ആ ഒരു എപ്പിസോഡിന് 10 ഔട്ട് ഓഫ് 10 ലെവലിലോട്ടുള്ള റേറ്റിംഗ് 9.9 ആ റേഞ്ചിൽ നിന്നു. അപ്പോൾ ഇത് ഇവർക്ക് സഹിക്കാൻ വയ്യാതെ എല്ലാവരും കൂടെ പോയി 1 സ്റ്റാർ അടിച്ചടിച്ച് ഈ എപ്പിസോഡ് താഴോട്ടാക്കി ഇപ്പോൾ 9.7 ലെവലിലോട്ടായിട്ടുണ്ട്. പക്ഷേ ഗെയിം ഓഫ് ത്രോൺസ് ഫാൻസും അതേപോലെ അറ്റാക്ക് ഓൺ ടൈറ്റൻ അടക്കം നേരത്തെ ഈ ബ്രേക്കിംഗ് ബാഡ് ഫാൻസിന്റെ പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്ന ഒരുപാട് ഫാൻസോട് ചേർന്നിട്ട് ബ്രേക്കിംഗ് ബാഡിന് പണിവെച്ച് 13 വർഷമായിട്ട് 10 ഔട്ട് ഓഫ് 10 ടോപ്പിലുണ്ടായിരുന്ന ഓസിമാൻഡിയാസ് ഇപ്പോൾ 9.5 ആണ്. അതായത് ബോയ്സിന്റെ ഏറ്റവും ഹയസ്റ്റ് റേറ്റിംഗ് വരുന്ന എപ്പിസോഡ് ഹീറോഗാസം 9.6 ആണെങ്കിൽ അതിലും താഴെയാണ് ഓസിമാൻഡിയാസിന്റെ അവസ്ഥ. ഇത്രയും കാലം ബാക്കിയുള്ളവർക്ക് പണിവെച്ച് അവസാനം എല്ലാവരും കൂടെ ചേർത്ത് ബ്രേക്കിംഗ് ബാഡ് ഫാൻസിനോട് പണിവെച്ച് അങ്ങനെ ഓസിമാൻഡിയാസ് 9.6 ആയി. ശരിക്കും മണ്ടത്തരമാണ് കാണിച്ചത്. കാരണം ഈ നൈറ്റ് ഓഫ് സെവൻ കിങ്ഡംസ് ഇറങ്ങിയ ആ ഒരാഴ്ചയിലാണ് ഈ 9.9 എന്ന ലെവലിൽ റേറ്റിംഗ് വന്നത്. പക്ഷേ ഇതിപ്പോൾ സീരീസ് മൊത്തം ഇറങ്ങി കുറേ ആൾക്കാരൂടെ കാണുവാണെങ്കിൽ ഒബ്വിയസ്ലി റേറ്റിംഗ് കുറഞ്ഞ് ഇപ്പോൾ 9.7 ഓട്ടോമാറ്റിക്കലി ആയേനെ. പക്ഷേ ഈ മണ്ടന്മാരെല്ലാവരും കൂടെ ഒറ്റയടിക്ക് സഹിക്കാൻ വയ്യാതെ പണി വെച്ചിട്ട് ഇപ്പോൾ ബ്രേക്കിംഗ് ബാഡിനാണ് ഏറ്റവും വലിയ പണി കിട്ടിയത്. വല്ല കാര്യണ്ടടാ, ഒരു കാര്യമില്ല, അതാണ്. ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോസിനായി ഷോർട്ട് ഉണ്ടാക്കി യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യുക, ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുക.